മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പരസ്യങ്ങൾ ഇടയിൽ കയറി വന്ന് ശല്യമാകുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട്. മൊബൈലിന്റെ സെറ്റിംഗ്സിന്റെ അകത്ത് തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം മൊബൈലിന്റെ ഗൂഗിൾ ക്രോം അല്ല ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിനു ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഏറ്റവും മുകളിലുള്ള പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയും ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം, ആഡ്സ് പേഴ്സണലൈസേഷൻ എന്ന ഈ ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ ഓണിലാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓണും ഓഫും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ഇതൊന്ന് ഓഫ് ചെയ്യണം. ഞാനിപ്പോൾ ഓൾറെഡി ഓഫ് ചെയ്തതാണ്. ഇവിടെ ടേൺ ഓൺ എന്നാണ് എനിക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് ടേൺ ഓഫ് എന്നായിരിക്കും കാണിക്കുക. അത് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഇതിലൂടെ ആഡ്സുകൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ സേഫ് സെർച്ച് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബ്ലർ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. ഇതെന്തിനാണെന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് മോശപ്പെട്ട കണ്ടന്റുകളൊന്നും തന്നെ ഈ ഒരു സെർച്ച് ലിസ്റ്റിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്നെങ്കിൽ തന്നെ അത് ബ്ലറായിട്ടായിരിക്കും വരിക. അത് അങ്ങനെ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഗൂഗിളിൽ ചെയ്തു വെക്കുക. അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. എന്നിട്ട് നമുക്ക് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ 3 ഡോട്ട്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയും സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയും പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. നിങ്ങളുടെ മൊബൈലിൽ ഏറ്റവും മുകളിൽ അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് നിങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചില വെബ്സൈറ്റുകളൊന്നും തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ആകുകയില്ല. കുക്കീസ് ബ്ലോക്ക്ഡ് എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ആഡ്സ് പ്രൈവസി എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ 3 ഓപ്ഷനുകളുണ്ട്. ഓരോന്നും നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഓണിലാണെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തത് സൈറ്റ് സജസ്റ്റഡ് എന്ന ഭാഗം, അതും ആഡ്സ് സംബന്ധമായിട്ടുള്ളതാണ്. അതും ഓഫ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടേക്ക് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മൂന്നാമത്തത് ആഡ് മെഷർമെൻറ്റ് എന്ന ഭാഗമാണ്. അവിടെയും നിങ്ങൾ ഓണിലാണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ 3 സെറ്റിങ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന്. ഓക്കെ, അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേഫ് ബ്രൗസിംഗ് എന്ന ഓപ്ഷൻ. സെക്യൂരിറ്റി എന്ന ഭാഗത്താണ് ഇതുള്ളത്. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ ഏത് ഭാഗത്താണ് എന്ന് നോക്കുക. ഏറ്റവും മുകളിലുള്ള എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക. ഇത് പ്രധാനപ്പെട്ടതാണ്. ഈ ഭാഗത്തേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും മാറ്റി കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾവേസ് സെക്യൂർ കണക്ഷൻ എന്ന ഈ ഒരു ഭാഗം, ഇത് നിങ്ങൾ ഓഫിലിട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും പ്രധാനപ്പെട്ട മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ മെയിൽ ഐ ഡിയുമായിട്ട് ലിങ്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോൺ ആസ് എ സെക്യൂരിറ്റി കീ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ റിമൂവ് ഓൾ ലിങ്ക്ഡ് ഡിവൈസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഓർക്കുക, സ്ഥിരമായിട്ട് നിങ്ങൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ലിങ്ക് ചെയ്തത് പ്രശ്നമല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക, വീണ്ടും ബാക്ക് വരിക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിംഗ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നമുക്കൊന്ന് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തേർഡ് പാർട്ടി കുക്കീസ് എന്ന നേരത്തെ കണ്ട അതേ ഓപ്ഷൻ. അത് നമ്മൾ നേരത്തെ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന ഭാഗത്ത് മാറ്റി കൊടുത്തിരുന്നു. അത് ഇവിടെയും ഉണ്ട്. ഓക്കെ, അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പോപ്പപ്പ് ആൻഡ് റീഡയറക്ട്സ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓണിലാണെങ്കിൽ അത് ഓഫ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തത് നിങ്ങൾ കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻട്രസീവ് ആഡ്സ് എന്ന ഭാഗം ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഓണിലാണെങ്കിൽ അത് ഓഫ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൊട്ടക്റ്റഡ് കണ്ടന്റ് എന്ന ഭാഗവും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്ലോക്ക്ഡ് എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക.
ഓക്കെ, അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തേർഡ് പാർട്ടി സൈൻ ഇൻ എന്ന ഭാഗവും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓണിലാണെങ്കിൽ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം. ഇവിടെ ഓട്ടോ വെരിഫൈ എന്ന ഭാഗവും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓണിലാണെങ്കിൽ അതും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഓൺ ഡിവൈസ് സൈറ്റ് ഡാറ്റ. സൈറ്റ് ഡാറ്റകൾ സേവ് ചെയ്യേണ്ട എങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഓണിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, ആഡ്സുമായിട്ട് ബന്ധപ്പെടുന്ന സംഭവമൊന്നും അല്ല ഇത്. ഓക്കെ, ഇനി നിങ്ങൾ ബാക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചതിന് ശേഷം ഏറ്റവും താഴെ ഓട്ടോമാറ്റിക്കലി റിമൂവ് പെർമിഷൻസ് എന്ന ഭാഗം ഓണിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാതെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഡ്സുകൾ വന്ന് നിങ്ങളെ ശല്യം ചെയ്യുന്നത്. ഇവിടെ സെറ്റിംഗ്സ് എന്ന ഭാഗം കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഗൂഗിൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ഗൂഗിൾ ഐഡിയിലൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഓൾ സർവീസസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആഡ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ റീസെറ്റ് അഡ്വർടൈസ് ID എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതായത് ഇതുവരെയായിട്ടും നിങ്ങൾക്ക് ആഡ്സുകൾ പ്രൊവൈഡ് ചെയ്ത എല്ലാ ഐഡികളും ഇവിടെ നിന്ന് നിങ്ങൾ റീസെറ്റ് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കൺഫേം കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഡിലേറ്റ് അഡ്വർടൈസ് ID എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ കാണുന്ന ഈ ഭാഗം നിങ്ങൾ ഓഫിൽ കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഡിലേറ്റ് അഡ്വർടൈസ് ID എന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലേറ്റ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും നിങ്ങൾക്ക് വരുന്ന പരസ്യങ്ങൾ നിങ്ങൾക്ക് പരിപൂർണമായിട്ടും തടയാൻ സാധിക്കും. ഞാൻ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇടയിൽ കയറി വന്ന് പരസ്യങ്ങൾ ശല്യം ചെയ്യുന്ന ആ ഒരു സംഭവം വരാറേയില്ല. സാധാരണ നമ്മൾ ഫേസ്ബുക്കോ യൂട്യൂബോ വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ സാധാരണ വരുന്ന പരസ്യങ്ങൾ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല അതിൻ്റെ പ്രീമിയം വെർഷൻ എടുക്കാതെ. ഓക്കെ, മറ്റുള്ള പരസ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ശല്യമാകുകയില്ല. ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.